അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈ വാണിജ്യ സിലിണ്ടർ പ്രതിസന്ധി എല്ലായിടത്തും അറിയാമല്ലേ, ഒരുപാട് ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർക്കൊക്കെ ജോലി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ പല ഹോട്ടലുകളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ആളുകൾക്കറിയാം ഇന്ന ഭക്ഷണം ഇല്ല എന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വേഗത്തിൽ നമുക്ക് ഓൺലൈനിലൂടെ സംവിധാനം അറിയാനുള്ള ഒരു വഴിയുണ്ടോ, അങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയാലോ എന്ന് കുറച്ച് സുഹൃത്തുക്കൾ തീരുമാനിച്ചു. അങ്ങനെയാണ് വൈശാഖ്, വിശ്വനാഥ് എന്നിവർ ചേർന്ന് ഒരു വെബ്സൈറ്റ് രൂപപ്പെടുത്തിയത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെന്നാണ്. എത്ര ഹോട്ടലിൽ കയറിയെന്നറിയോ? പകുതി ഹോട്ടലും തുറന്നിട്ടില്ല. തുറന്നേക്കുന്ന ഹോട്ടലിലാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണമില്ല. നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഗ്യാസ് ഉണ്ടെന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കട ഓപ്പൺ ആണെന്നോ കടയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊള്ളാലോ. അത് ആരാ ഇതുണ്ടാക്കിയേ? നമ്മുടെ ഇവിടുത്തെ ഇൻഫോ പാർക്കിലെ പിള്ളേരല്ലേ. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഗ്യാസ് ഉണ്ടോന്ന്. ഓഫീസിൽ നിന്ന് നമ്മൾ ഒരു 30 പേര് ഒരു ഇഫ്താർ പാർട്ടിക്ക് പോകുമ്പം നമ്മളിങ്ങനെ പ്രീ ഓർഡർ ചെയ്താൽ ഈ ഐറ്റംസ് ഒക്കെയാണ് വേണ്ടതെന്ന്. പക്ഷേ പെട്ടെന്നാണ് അവർ വിളിച്ചിട്ട് പറയുന്നത് ഉച്ചയ്ക്ക് ഇന്ന് ഗ്യാസ് എത്തിയിട്ടില്ല, അതുകൊണ്ട് ഷവായും ഷവർമയും ഇതൊന്നും ഇല്ല, അതുകൊണ്ട് മാറ്റി ഓർഡർ ചെയ്യണമെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്ര വലിയൊരു പ്രശ്നമാണ് നമ്മളെയും ബാധിക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മൾ രണ്ടാളും പെട്ടെന്ന് ടിങ്കർ സ്പേസ് പോയി. അതൊരു മേക്കർ സ്പേസ് ആണ്. അവിടെ പോയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, ഐഡിയേഷൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി ഈ സംഭവം. എന്നിട്ട് 12 മണിക്കൂർ ഉറക്കമില്ലാതെ നമ്മൾ ഇരുന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, റിലീസാക്കി. ഇതിപ്പം ക്രൗഡ് സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ തന്നെയാണ് ഇതിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് അതിൻ്റെ കൺസ്യൂമേഴ്സും. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഫുഡില്ല നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് സൈനപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ ഫുഡില്ല, അല്ലെങ്കിൽ ഇന്ന ഫുഡുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ലൈക്ക് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് നമുക്ക് കഴിയുന്നത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 20,000-ലധികം ആൾക്കാർ 20,000 ആൾക്കാർ പേജ് വിസിറ്റ്സ് വന്നിട്ടുണ്ട്. 10,000-ൽ കൂടുതൽ യുണീക്കായിട്ടുള്ള വിസിറ്റേഴ്സും വന്നിട്ടുണ്ട് പേജിലേക്ക്. നമ്മളിത് തുടങ്ങിയത് കൊച്ചി വെച്ച് മാത്രമായിരുന്നു, പക്ഷേ വേറെ കുറേ റിക്വസ്റ്റ് വന്നു വേറെ ഡിസ്ട്രിക്ട്സിൽ നിന്ന്. അപ്പോൾ മിഞ്ഞാന്ന് രാത്രി മുതൽ നമ്മൾ ഓൾ കേരളയായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോയാൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എറണാകുളം ആണോ ആലപ്പുഴയാണോ ഏതാണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് കാണിക്കും, നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ LPG പ്രതിസന്ധിയൊക്കെ ഉള്ള ഈ കാലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഗ്യാസ് ഉണ്ടോ എന്ന വെബ്സൈറ്റിലൊന്ന് പരിശോധിച്ചാൽ ഇങ്ങനെ ഹോട്ടലുകൾ കയറി ഇറങ്ങി നടക്കേണ്ട അവസ്ഥ വരില്ല. വിനീഷ് പറവൂരിനും ആന്റണി ഗ്രിഗർക്കുമൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും നിലവിലെ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് നമ്മുടെ സംവിധാനങ്ങൾ നമ്മൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഒരു ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു വഴികൾ ആണ് ഈ 2 ചെറുപ്പക്കാർ ചേർന്ന് നിർമ്മിച്ചത്. അപ്പോൾ വിഷ്ണു, എന്തായാലും ആവശ്യത്തിന് ഒരു സാഹചര്യത്തിന് അനുയോജ്യമായ ഒരു സംരംഭം തന്നെ. എന്തായാലും അവർ പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായത് നല്ലതാണ്. അപ്പോൾ എല്ലായിടത്തും ആളുകൾ തന്നെ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സായി മാറണം. ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി അത് രൂക്ഷമായി വന്നപ്പോൾ പലർക്കും പറ്റുന്ന കാര്യമാണ്. പല ഹോട്ടലുകളിലും ചെല്ലുമ്പോൾ അവിടെ ഹോട്ടൽ അടഞ്ഞു കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ. ഞാൻ തന്നെ ഇന്നൊരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ആകെ ഇടിയപ്പവും അപ്പവും മാത്രമാണ് ഒരു വിഭവമായിട്ട് രാവിലെ കഴിക്കാനുള്ളൂ. മറ്റു വിഭവങ്ങളൊന്നും ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി കാരണം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗ്യാസ് ഉണ്ടോ വെബ്സൈറ്റിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത്. ഇവർ 2 സുഹൃത്തുക്കളാണ്, 2 പേരും ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അതിലുപരിയായിട്ട് ഇവർ കോളേജിൽ പഠിക്കുമ്പോൾ 2 പേരും അവിടെ കോളേജ് മേറ്റ് ആയിരുന്നു. അതിൽ ഒരാൾ പിന്നീട് കോളേജ് മാറിപ്പോയി മറ്റൊരു കോളേജിൽ പോയി പഠിച്ചു. അങ്ങനെ ആ കോളേജ് കഴിഞ്ഞ 2025-ലാണ് 2 പേരും പാസ് ഔട്ട് ആയത്. അതിനുശേഷമാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ അവർ ജോലിക്ക് എത്തുന്നതും തുടർന്ന് അവരുടെ തന്നെ ഒരു അനുഭവം അത് അവർ നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് അവർ പിന്നീട് ഇങ്ങനൊരു ആശയം അവർക്ക് പിറക്കുന്നതും. അന്ന് രാത്രി തന്നെ അവർ അതിലൊരു തീരുമാനമാക്കാൻ ഒരു 12 മണിക്കൂർ ഉറക്കം പോലും കളഞ്ഞുകൊണ്ട് അവർ ഇരുന്ന് അങ്ങനൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തെടുക്കുമായിരുന്നു. ആ വെബ്സൈറ്റിൽ നമുക്ക് അവർ കാണിക്കുന്ന പോലെ അതിൽ കയറി കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടോ എന്നാണ് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ വിവിധങ്ങളായിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന ഹോട്ടലാണെങ്കിൽ അത് അടിച്ച് നോക്കാം, അതിലടിച്ച് നമുക്ക് ആ ഹോട്ടലിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. അത് മറ്റുള്ളവർക്കും കൂടി ഒരു സഹായമാകുന്ന തരത്തിൽ എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചിട്ട് കൊണ്ടുള്ള ഒരു തരത്തിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ആദ്യം എറണാകുളം മേഖലയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആളുകളുടെ ഈ റിക്വയർമെൻ്റ് ഒക്കെ കൂടി വന്നപ്പോൾ എറണാകുളത്തിന് പുറത്തോട്ട് ഇപ്പോൾ കേരളത്തിൽ മിക്ക ഇടങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് നമുക്കിതൊരു ആപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ ചോദിച്ചു. പക്ഷേ അങ്ങനെ ആപ്പായിട്ട് ചെയ്യുമ്പോൾ ഏതായാലും ഇപ്പോൾ
ഗ്യാസിന്റെ പ്രതിസന്ധി ഏതായാലും കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇടക്കാലത്ത് വന്നിരിക്കുന്നതാണ്. പക്ഷേ ഒരു 14 ദിവസം വേണം ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ വെരിഫിക്കേഷനും മറ്റും കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് ഏതെങ്കിലും ഒരു തരത്തിൽ ആ 14 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആപ്പായി മാറ്റുന്നതിന് അതിന് പ്രത്യേകിച്ച് പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ പോയിട്ട് വീണ്ടും ഭാവിയിൽ ഇപ്പോൾ പ്രതിസന്ധി എല്ലാം തീർന്നു കഴിഞ്ഞാൽ ഈ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാം. കാരണം ഈ ഹോട്ടലുകൾ ഏതൊക്കെയാണ് ഉള്ളത്, അവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ട്, അത് എത്ര മണി വരെയുള്ള സമയത്ത് പ്രവർത്തിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗൂഗിൾ കാണുന്ന പോലെ ഒരു വെബ്സൈറ്റിൽ കയറി അത് അറിയാൻ പറ്റുന്ന തരത്തിൽ അത് മാറ്റാൻ പറ്റും. ഒരു പക്ഷേ വരുന്ന സമയത്ത് അത് വീണ്ടും വലിയ വെബ്സൈറ്റിൽ നിന്ന് മാറി അതൊരു ആപ്ലിക്കേഷനായിട്ട് മാറ്റാനുള്ളൊരു പദ്ധതി അവർക്കുണ്ട്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഏതായാലും ഇത് ഒരുപാട് ആളുകൾക്ക് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ അറിയാൻ എളുപ്പമാണ്. പക്ഷേ അതിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് പ്രതിസന്ധി വലുതാവുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അവരുടെ പുതിയ പുതിയ ഇന്നോവേഷൻസിലേക്കൊക്കെ അവർക്ക് പോകാൻ കഴിയട്ടെ. ഈ ഗ്യാസ് പ്രതിസന്ധി ഒന്ന് മാറണേ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിലുണ്ടാകുന്ന പ്രതിസന്ധി നമ്മൾ വെറുതെ ഒരിടത്തേക്ക് യാത്ര ചെയ്യേണ്ട, ഒരു ഹോട്ടൽ തേടി പോകേണ്ട, കാര്യങ്ങൾ അറിഞ്ഞ് കഴിക്കാൻ പോയാൽ മതി എന്നതാണ് ഈ ഒരു അല്ലെങ്കിൽ അവരുടെ ആ 2 യുവാക്കൾ ചേർന്നുണ്ടാക്കിയ ഈ സംവിധാനത്തിൻ്റെ ഒരു മേന്മ.